Good morning. Today going to talk about rate of return method. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പ്ലാന്റ് ലൊക്കേഷൻ എന്നുള്ള യൂണിറ്റിലെ മെത്തഡോളജീസ് ഓഫ് ഫെസിലിറ്റി ലൊക്കേഷനിലെ സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലം ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോബ്ലം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 250, 325, 270. അതിന് 3 സൈറ്റുകളുണ്ട്. റവന്യൂസ് 410, 550, 360. Then expenses 89, 40, 50, 25, 100, 60, 40, 30, 98, 25, 25, 28. കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻ്റ് ആണ്, ഗുഡ്, ബാഡ്, അങ്ങനെ 3 ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ് ഇൻഡിഫറൻ്റ് ആണ്, പ്രത്യേകിച്ച് ഒരു കോമൺ ആയിട്ടുള്ളൊരു അഭിപ്രായം ഇല്ല. ബി എന്ന് പറയുമ്പോൾ ഗുഡാന്ന് പറയുന്നുണ്ട്. സിക്കും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള അഭിപ്രായമില്ല. യൂസിങ് ROI മെത്തേഡ് സെലക്ട് ദ ബെസ്റ്റ് സൈറ്റ്. കാൽക്കുലേഷൻ ഓഫ് RO മെത്തേഡ് ഫോർ 3 ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അത് തന്നെ തന്നിട്ടുള്ള ഫിഗറുകൾ എഴുതാം. ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ തന്നിട്ടുള്ളത് റവന്യൂ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് 410, 515, അതുപോലെ തന്നെ 360. പിന്നെ വരുന്നത് ടോട്ടൽ എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് റോ മെറ്റീരിയൽ, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, എക്സ്പെൻസ് ഓൺ യൂട്ടിലിറ്റീസ്, വേജസ് ആൻഡ് സാലറി. അതെല്ലാതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 204, 230, 181 കിട്ടും. അപ്പോൾ നമ്മൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 410 മൈനസ് 204 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 250 ഇൻറ്റു 100, അതാണ് 82.4%. അതേപോലെ തന്നെ 515 മൈനസ് 230 ഡിവൈഡഡ് ബൈ 325 ഇൻറ്റു 100, 87.6%. ദെൻ തേർഡ് വൺ സി എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സി എന്ന് പറയുന്നത് 360 മൈനസ് 181 ഡിവൈഡഡ് ബൈ 270, അതാണ് 66.29%. അപ്പോൾ എല്ലാവരിലും ടോപ്പായിട്ട് നിൽക്കുന്നത് ROI കൂടുതൽ നിൽക്കുന്നത് ബി ആണ്. ഹയർ കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആർ ഗുഡ് ആണ്. രണ്ടിലും നമുക്ക് ഗുഡ് ആണ്, അത് തന്നെയാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ സൈറ്റ് ബി ഷുഡ് ബി സെലക്ട്. പുതിയ പ്ലാന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈറ്റ് ബി ആണ് നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെത്തേഡ്. ഇതിൽ ഇതുപോലെ XY കോർഡിനേറ്റ്സ് എടുത്തിട്ട് ചെയ്യുന്നതാണ്. CX is equal to DIX VI, sigma DIX VI divided by VI, sigma VI. അതുപോലെ തന്നെ CY എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് Y എന്ന് പറയുന്നത് sigma DIY VI ഡിവൈഡഡ് ബൈ sigma VI. ഈ I എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഐറ്ററേഷനാണ് നമ്മൾ അതിലെടുക്കുന്ന ഓരോ നൊട്ടേഷൻസാണ് അത് പറയുന്നത്. അപ്പോൾ CX എന്ന് പറയുന്നത് കോർഡിനേറ്റ് ഓഫ് സെൻട്രൽ ഗ്രാവിറ്റി ഓഫ് ദ ന്യൂ ഫെസിലിറ്റി, CY എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഓഫ് Y ഗ്രാവിറ്റി ഫെസിലിറ്റി, പിന്നെ കോർഡിനേറ്റ് ഓഫ് ന്യൂ ഫെസിലിറ്റിയുടെ കോർഡിനേറ്റ്സ് കോർഡിനേറ്റ് ഓഫ് ന്യൂ ഫെസിലിറ്റി. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട്. 5 എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് ആണ് ഇവിടെ സിംഗിൾ ന്യൂ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് 1, 2, 3, 4, 5. കോർഡിനേറ്റ്സ് തന്നിട്ടുള്ളത് 5, 10, 25, 15, 20, 30, 25, 25, 5. അത് XY എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്പർ ഓഫ് ട്രിപ്സ് ഓഫ് ലോഡ് പെർ ഇയർ നമ്മൾ ലോഡ് ചെയ്യുന്നത് 100, 300, 200, 300, 100. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? CX is equal to sigma DIX VI by sigma VI. ഈ DIX എന്ന് പറയുന്നത് D എന്ന് പറയുന്നത് 100 ആണ്. 100 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രിപ്സ് ഇൻറ്റു X കോർഡിനേറ്റ്സ് ആണ് എന്ന് പറയുന്നത് 5. D എന്ന് പറയുന്നത് X ആണ്. DX എന്ന് പറയുന്നത് X കോർഡിനേറ്റ്സ് ആണ്. അത് ഇൻറ്റു VI ആണ്. VI എന്ന് പറയുന്നതാണ് 100. അതുപോലെ തന്നെ X കോർഡിനേറ്റ്സ് രണ്ടാമത്തെ 20 ആണ്. 20 ഇൻറ്റു 300 ആണ് വരിക. പ്ലസ് അപ്പോൾ ആ X കോർഡിനേറ്റ്സുകളാണ് 25, 20, 15, 30, 25 എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലത്തിൽ ചെയ്തപ്പോൾ അവർ തിരിച്ച് ചെയ്തിട്ടുണ്ട് 100 ഇൻറ്റു 5 ആണ്, പക്ഷേ 5 ഇൻറ്റു 100 ആണ് നോർമലി ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ 100, 300, 200, 300 പ്ലസ് 100 ടോട്ടൽ ചെയ്യുക, രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 21 കിട്ടും. അതേപോലെ തന്നെ Y കോർഡിനേറ്റ്സിൻ്റെ 10, 5, 20, 25, 5 അതാണ് Y കോർഡിനേറ്റ്സിൻ്റെ ഫിഗറുകൾ. അത് ഇതുപോലെ തന്നെ 10 ഇൻറ്റു 100 പ്ലസ് 5 ഇൻറ്റു 300 പ്ലസ് 20 ഇൻറ്റു 200 പ്ലസ്. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് ബുക്കിൽ ഒന്ന് റോങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഓർഡർ മാറി എഴുതിയിട്ടുണ്ട്, പക്ഷെ ചെയ്യുന്ന രീതി അങ്ങനെയാണ്.
വൈ കോർഡിനേറ്റ്സ് ആദ്യം എഴുതുക, പിന്നെ വി ഐ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രിപ്സ് ആണ് വി ഐ എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുക. ഒപ്റ്റിമൽ ലൊക്കേഷൻ ടു ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് 21, 14, 5 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി അതിൽ തന്നിട്ടുണ്ട്. ഓട്ടോമൊബൈൽ എയർ കണ്ടീഷണർ മാനുഫാക്ചറിങ് കറൻ്റ്ലി മാനുഫാക്ചേഴ്സ് RB300 ലൈൻ അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി respectively. Recently managed has decided to build all compressors and major components separate facility plant D. ഡിയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയാണ്. യൂസിങ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെത്തേഡ് ഇൻഫർമേഷൻ ഗിവൺ ഡിറ്റർമൈൻ ദ ബെസ്റ്റ് ലൊക്കേഷൻ ഫോർ ഡി എവിടെയാണ് തുടങ്ങാനായിട്ട് ഏറ്റവും നല്ല ലൊക്കേഷൻ അത് കാൽക്കുലേറ്റ് ചെയ്യാണ്. അസ്യൂമിങ് ഇന്നർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് ഷിപ്ഡ് ആൻഡ് ഷിപ്ഡ് കോസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് കംപ്രസർ റിക്വയർഡ് ബൈ ഈച്ച് പ്ലാന്റ്. അപ്പോൾ നമുക്ക് പെർ ഇയർ തന്നിരിക്കുന്നത്, അതായത് ബി ഐ എന്ന് പറയുന്നത് 6000, 8200, 7000 അതാണ് തന്നിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് 150, 100, 275. അതിലൊരു ഫിഗർ കൂടി വൈ വാല്യൂസ് ഇവിടെ തന്നിട്ടില്ല. വൈ വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ എഴുതുക 75, 300, 380 ആണ്. 75, 300, 380 ആണ് വൈ വാല്യൂസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോബ്ലം ചെയ്യാം. ഡി എക്സ് എന്ന് പറയുന്നത് 150 ഇൻറ്റു വി ഐ എന്ന് പറയുന്നത് 6000 പ്ലസ് 100 ഇൻറ്റു 8200 പ്ലസ് 275 ഇൻറ്റു 7000. അതേപോലെ തന്നെ 6000, 8200, 7000 അത് നമ്മൾ ആഡ് ചെയ്ത് എഴുതാം. വാല്യൂസ് എഴുതാം. പ്ലാൻ ലൊക്കേഷൻ ഡി എന്ന് പറയുന്നത് 172 ഇൻറ്റു 260 3 എന്ന് പറയുന്ന ആ ലൊക്കേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് ചെയ്യാം. ഓക്കെ.